സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഭരണം കർണാടകയിൽ ശക്തമായി മുന്നേറുകയാണ്. കുതിര കച്ചവടത്തെയും റിസോർട്ട് രാഷ്ട്രീയത്തെയും ചവറ്റുകുട്ടയിലിടുന്ന ജനാധിപത്യത്തിന്റെ ആധികാരികതയാണ് കുറച്ചു നാളുകളായി കോൺഗ്രസിൽ കാണാൻ കഴിഞ്ഞത്. പാർട്ടി നയങ്ങളുടെ സ്വീകാര്യതയുടെ കാര്യത്തിൽ വടക്കേ ഇന്ത്യയിലല്ല ദക്ഷിണേന്ത്യയിലെന്ന് BJPക്ക് ആഴത്തിലും പരപ്പിലും ബോധ്യമാകുന്ന അവസ്ഥ സംജാതമായി എന്ന് തന്നെ പറയേണ്ടി വരും. അലസത വെടിഞ്ഞ് ഒത്തുനിന്നാൽ BJPയെ നേർക്കുനേർ പോരാടി തോൽപ്പിക്കാനാകുമെന്ന് കോൺഗ്രസും തിരിച്ചറിയുകയാണ്. ഇതിനുള്ള ആഞ്ഞ ശ്രമത്തിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യരും കൂട്ടരും. സിദ്ധരാമയ്യ, DK ശിവകുമാർ, മല്ലികാർജുന ഖാർഗെ, വീരപ്പ മൊയ്ലി, G പരമേശ്വര എന്നിവർ ഒറ്റക്കെട്ടായി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനത്തും സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധം ഐക്യത്തോടെയുള്ള പാർട്ടി പ്രവർത്തനമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ജനസമിതി വീണ്ടും കൂടിയതായാണ് വിവരം. സെപ്റ്റംബറോടെ പദവി DK ശിവകുമാറിന് കൈമാറിയേക്കും. സാധാരണക്കാരൻ മുതൽ വലിയ വ്യവസായികൾ വരെ ഉൾപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടക. വോട്ടർമാരെ സ്വാധീനിക്കാൻ ജനകീയവും ജനാധിപത്യപരവുമായ മാർഗങ്ങളാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. പ്രാദേശിക വിഷയങ്ങളിലൂന്നി ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ പടയോട്ടം. 40% കരാർ കമ്മീഷൻ ആരോപണവും വിലക്കയറ്റവും ജനങ്ങളുടെ മനസ്സിൽ ആളിക്കത്തിച്ച് BJPയെ പ്രതിരോധത്തിലാക്കി. സാധാരണ ജനജീവിതത്തെ സ്പർശിക്കുന്ന 5 ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങളിൽ ശ്രദ്ധയൂന്നുകയും ചെയ്തു. അധികാരം പിടിച്ചെടുക്കാൻ കൂറുമാറ്റുന്ന അടക്കമുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചതുകൊണ്ടായിരുന്നു 2019 HD കുമാരസ്വാമി സർക്കാരിന്റെ പതനം. ഏത് വിധേനയും ഭരണം പിടിക്കാൻ BJP കാണിച്ച വഴിവിട്ട നീക്കങ്ങളുടെ നൈതികതയെക്കുറിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പണവും അധികാരവും മോഹിച്ച് എന്തു തരംതാണ കളിക്കും തയ്യാറായതിന്റെ പരിഹാസതയെക്കുറിച്ചുമുള്ള പഴയ കർണാടക പാഠം മുന്നിലിരിക്കെ കോൺഗ്രസ് അങ്ങേയറ്റം ജാഗരൂകമായിരിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാഷ്ട്രീയ ലോകം. അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കോൺഗ്രസ് സർക്കാരിന് വഴികാട്ടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയാനുള്ളത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.